ഹലോ ഡിയർ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു ക്ലാസ് റൂം. അപ്പോൾ നമ്മൾ ഇന്ന് വാട്ടർ കളർ വെച്ചിട്ട് സാൾട്ട് കൊണ്ട് ഒരു എക്സ്പെരിമെൻ്റ് ആണ് ചെയ്യുന്നത്. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ ചെയ്തിട്ടുണ്ടായിരുന്നു. അത് കറക്റ്റായിട്ടുള്ള റിസൾട്ട് കിട്ടിയില്ല കേട്ടോ. അപ്പോൾ അതുകൊണ്ടാണ് നമ്മൾ രണ്ടാമതും ചെയ്യുന്നത്. അപ്പോൾ ഞാൻ ഈ ബുക്കിൻ്റെ ഈ പേജിൻ്റെ 4 ഭാഗത്തായിട്ട് മാസ്കിൻ ടാപ്പ് വെച്ച് ഒട്ടിച്ചിട്ടുണ്ട് കേട്ടോ. നമുക്ക് കറക്റ്റായിട്ട് വൈറ്റ് ബോർഡർ കിട്ടാൻ വേണ്ടിയിട്ടാണ്. ഇനി അതില്ലാന്ന് വിചാരിച്ച് കുഴപ്പമൊന്നുമില്ല. നമുക്ക് ആ സ്കെയിൽ വെച്ചിട്ട് ജസ്റ്റ് ഒന്ന് മാർക്ക് ചെയ്തിട്ടാൽ മതി. അതിൻ്റെ അപ്പുറത്തേക്ക് കളർ പോവാത്ത രീതിയിൽ ശ്രദ്ധിച്ചിട്ട് കളറിങ് ചെയ്താൽ മതി കേട്ടോ. കഴിഞ്ഞ പ്രാവശ്യം കറക്റ്റ് റിസൾട്ട് കിട്ടാതിരിക്കാനുള്ള കാരണം എന്താണെന്ന് വെച്ചാൽ നമ്മൾ കളറിങ് ചെയ്തു, സോൾട്ട് സ്പ്രെഡ് ചെയ്തതിന് ശേഷം ഒന്നുകൂടി ഡാർക്ക് കിട്ടാൻ വേണ്ടിയിട്ട് ഞാൻ ഒന്നുകൂടി കളർ അപ്ലൈ ചെയ്തു കേട്ടോ. അപ്പോൾ കുറച്ചുകൂടി വെള്ളത്തിൻ്റെ കണ്ടൻറ്റ് വരില്ല. അപ്പോൾ അതുകൊണ്ടാണ് അത് ഡ്രൈ ആവാൻ ഒരുപാട് സമയം എടുത്തു. അപ്പോൾ നിങ്ങൾ വെള്ളത്തിൻ്റെ അളവ് വളരെ കുറയ്ക്കുക. പക്ഷേ കൂടുതൽ ഡ്രൈ ആക്കിയിട്ടും ചെയ്യരുത് കേട്ടോ. കുറച്ച് വെള്ളം യൂസ് ചെയ്യണം. പക്ഷേ വെള്ളം കൂടുതലായി പോകരുത് കേട്ടോ. നമ്മൾ ഈ ഒരു ട്രീൻ്റെ എഫക്റ്റ് കിട്ടാൻ വേണ്ടിയിട്ട് സാപ്പ് ഗ്രീനും അതിലേക്ക് ലേശം ബേൺസീനെയും മിക്സ് ചെയ്തിട്ടുണ്ട് കേട്ടോ. നമ്മൾ താഴെ ഗ്രൗണ്ടായിട്ടും മുകളിൽ എന്താ പറയുക, മുകളിൽ ട്രീസായിട്ടുമാണ് നമ്മളിപ്പോൾ ചെയ്യുന്നത് കേട്ടോ. ഗ്രാസിൻ്റെ അല്ലെങ്കിൽ ട്രീൻ്റെ ഭാഗത്താണ് നമ്മൾ ഈ ഒരു സോൾട്ട് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുന്നത് കേട്ടോ. വെള്ളത്തിൻ്റെ അളവ് കൂടാതിരിക്കുക എന്നുള്ളത് തന്നെയാണ് ചെയ്യേണ്ടത്. അപ്പോൾ നിങ്ങൾ പല കളറിലും ഇത് ചെയ്ത് നോക്കുക കേട്ടോ. കറക്റ്റായിട്ടുള്ള റിസൾട്ട് കിട്ടും. പിന്നെ നിങ്ങൾക്ക് കറക്റ്റ് റിസൾട്ട് കിട്ടണമെന്നുണ്ടെങ്കിൽ നമ്മുടെ സാധാരണ എന്താ പറയുക ഇതിൽ യൂസ് ചെയ്യരുത്. ഇപ്പം ഞാൻ സാധാരണ ബുക്കിലാണിത് യൂസ് ചെയ്തിട്ടുള്ളത്. നമുക്ക് കറക്റ്റായിട്ടുള്ള റിസൾട്ട് കിട്ടണമെന്നുണ്ടെങ്കിൽ ഹാൻഡ് മെയ്ഡ് ഷീറ്റിൽ ഈ വാട്ടർ കളർ ഇതുപോലെ എക്സ്പെരിമെൻറ്റ് ചെയ്ത് നോക്കിയാൽ കറക്റ്റ് റിസൾട്ട് കിട്ടും കേട്ടോ. അപ്പോൾ കട്ടിയുള്ള പേപ്പറിലായെങ്കിലാണ് കറക്റ്റ് റിസൾട്ട് കിട്ടുള്ളൂ എന്നുള്ളത്. ഓക്കെ, അപ്പോൾ ഇത് ഡ്രൈ ആവാനായിട്ട് ചിലപ്പോൾ 2-3 ദിവസമൊക്കെ ടൈം എടുക്കും കേട്ടോ. അപ്പോൾ ഇപ്പം തന്നെ നിങ്ങൾക്ക് നോക്കിയാൽ അറിയാൻ പറ്റും, ഈ സോൾട്ട് വീണ് നിൽക്കുന്ന ആ ഭാഗത്ത് ഒരു വൈറ്റ് കളറ് വന്നിട്ടുണ്ട് അല്ലേ. അത് മെല്ലെയാണ് ഇതിങ്ങനെ റിസൾട്ട് കാണിക്കുക. അപ്പോൾ ടൈം എടുക്കും കേട്ടോ. കണ്ടോ, ഈ ഭാഗത്തൊക്കെ ചെറുതായിട്ട് വന്നു തുടങ്ങിയിട്ടുണ്ട്. ഞാനിപ്പോൾ ഇത് ചെയ്തിട്ട് തന്നെ ഒരു 2 ദിവസം എടുത്തു കേട്ടോ, ഇങ്ങനെ കറക്റ്റായിട്ട് റിസൾട്ട് കിട്ടാൻ വേണ്ടിയിട്ട്. കാരണം സോൾട്ട് ആകുമ്പോൾ വീണ്ടും നമ്മൾ ചെയ്ത ഭാഗത്ത് ഇങ്ങനെ വെള്ളം ഒലിച്ചുകൊണ്ടിരിക്കും, നനഞ്ഞിരിക്കും. അപ്പോൾ കറക്റ്റായിട്ട് ഉണങ്ങി വരാൻ ഒരു 2 ദിവസമൊക്കെ എടുക്കും. സാധാരണ നമ്മുടെ ഡ്രോയിങ് ബുക്കിലാണ് നമ്മൾ ചെയ്തിട്ടുള്ളത് എങ്കിൽ കേട്ടോ. ഇനി നമുക്ക് ട്രീയുടെ എഫക്റ്റ് ഉണ്ടാക്കാനായിട്ട് റെഡും ബ്ലൂവും മിക്സ് ചെയ്തിട്ട്, അതായത് പാലറ്റിലാണ് നമ്മൾ മിക്സ് ചെയ്തത്, അത് ഉപയോഗിച്ചിട്ട് ഡാർക്ക് ബ്രൗണിൻ്റെ എഫക്റ്റ് ഉണ്ടാക്കിയിട്ടുണ്ട്. നമ്മുടെ പിക്ചറിൽ എങ്ങനെയാണോ സോൾട്ട് യൂസ് ചെയ്തിട്ട് ആ റിസൾട്ട് കിട്ടിയിട്ടുള്ളത് അതിന് മാച്ച് ചെയ്യുന്ന രീതിയിൽ നമ്മൾ ബ്രാഞ്ചസും കാര്യങ്ങളൊക്കെ വരച്ച് കൊടുക്കുക കേട്ടോ. ഈ ഒരു ട്രീയുടെ ബ്രാഞ്ചസിന് നല്ല ഡാർക്ക് കിട്ടണമെന്നുണ്ടെങ്കിൽ മാത്രമാണ് നമ്മൾ ബ്രൗണും ബ്ലൂവും മിക്സ് ചെയ്തിട്ട് ഡാർക്ക് ബ്രൗൺ ക്രിയേറ്റ് ചെയ്യേണ്ടത്. അതല്ല എന്നുണ്ടെങ്കിൽ നമ്മുടെ കളർ ബോക്സിൽ തന്നെ ഉണ്ടാവും ബേൺസീന്, അതായത് ബ്രൗണ്. അപ്പോൾ അത് യൂസ് ചെയ്തിട്ട് ചെയ്യാം കേട്ടോ. ഡാർക്ക് കൂടുതലുള്ള ഭാഗങ്ങളിൽ റെഡ് ബ്ലൂ മിക്സ് ചെയ്തിട്ട് ഡാർക്ക് ബ്രൗണ് ക്രിയേറ്റ് ചെയ്യാം കേട്ടോ. ഇനി നമ്മൾ താഴെ പുല്ലിൻ്റെ ഒരു എഫക്റ്റാണ് കൊടുക്കുന്നത്. നമുക്ക് സാപ്പ് ഗ്രീനിൽ ലേശം ബ്രൗണ് മിക്സ് ചെയ്തിട്ട് ഇതുപോലെ ചെയ്തെടുക്കാം. ഡാർക്ക് കൂടുതലുള്ള ഭാഗങ്ങളിൽ നമ്മൾ ഈ ട്രേക്ക് ചെയ്തതുപോലെ തന്നെ റെഡും ബ്ലൂവും മിക്സ് ചെയ്തിട്ട് പിന്നെ നമുക്ക് ഡാർക്ക് ബ്രൗൺ ക്രിയേറ്റ് ചെയ്തിട്ട്
അതിൻ്റെ ലൈറ്റ് ഡാർക്ക് ഷെയ്ഡ് വെള്ളത്തിൽ ഇങ്ങനെ ചെറുതായിട്ടൊന്ന് മിക്സ് ചെയ്തതിന് ശേഷം പാലത്തിൽ നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് ആ ഒരു ഗ്രാസിൻ്റെ ഷേപ്പ് ഉണ്ടാക്കിയെടുക്കുക കേട്ടോ. നമ്മുടെ പെയിൻറ്റിങ് ഇപ്പോൾ നല്ലൊരു ഡൾ ഫിനിഷായിട്ട് കാണിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ പുറത്ത് നല്ല ഇരുട്ടാണ്. ഇരുട്ടെന്ന് വെച്ചാൽ മഴക്കാറ് മൂടിയിട്ട് നമുക്ക് കറക്റ്റായിട്ടുള്ളൊരു കളറ് കിട്ടുന്നില്ല. അപ്പോൾ നിങ്ങൾക്ക് അതായത് നമ്മുടെ പേജിൽ നമ്മുടെ ബുക്കിൽ കറക്റ്റായിട്ടുള്ള ടോണുകൾ വന്നിട്ടുണ്ട്, ക്യാമറയിൽ കറക്റ്റായിട്ടുള്ളൊരു കളറും കാര്യങ്ങളും വന്നിട്ടില്ല കേട്ടോ. അപ്പോൾ നിങ്ങളെല്ലാവരും ചെയ്ത് നോക്കുക. ഇത് പുറത്ത് ലൈറ്റിൻ്റെ ഒരു പ്രശ്നമാണ് കേട്ടോ. അപ്പോൾ എല്ലാവരും ചെയ്ത് നോക്കുക, നല്ലൊരു റിസൾട്ട് തന്നെ കിട്ടും കേട്ടോ. അപ്പോൾ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ഡാർക്കുള്ള ഭാഗങ്ങളിൽ നമ്മൾ നേരത്തെ യൂസ് ചെയ്തിട്ടുള്ള കളറ് മിക്സ് ചെയ്തിട്ടുള്ള കളറ് വെച്ചിട്ട് പിന്നെ നമ്മൾ പോയിൻറ്റ് ബ്രഷ് വെച്ചിട്ടാണ് കേട്ടോ ഗ്രാസും കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ചെറിയ ബ്രഷ് യൂസ് ചെയ്തിട്ട് ചെയ്യുക. ആ ഫിനിഷിംഗ് വർക്കൊക്കെ പോയിൻറ്റ് ബ്രഷ് വെച്ചിട്ടുമാണ് ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പോൾ എല്ലാവരും ചെയ്ത് നോക്കുക. ഓക്കെ.